പിതാവായ ദൈവം ശൂന്യതയിൽ നിന്നും പ്രപഞ്ചത്തെ മെനഞ്ഞെടുത്തതുപോലെ അവിടുന്ന് നിങ്ങളുടെ തകർന്ന ജീവിത സാഹചര്യങ്ങളെ മഹത്തായ ഒന്നാക്കി മാറ്റാൻ ആഗ്രഹിക്കുന്നു. വിശുദ്ധ ഗ്രന്ഥത്തിന്റെ ആരംഭമായ ഉൽപ്പത്തി പുസ്തകം 1 മുതൽ 11 വരെയുള്ള അധ്യായങ്ങൾ കേവലം ചരിത്രമല്ല, മറിച്ച് മനുഷ്യകുലത്തിന്റെ തന്നെ ആത്മീയ DNA ആണ്. സൃഷ്ടികർമ്മം ആദത്തെയും ഹവ്വയെയും ഏദൻ തോട്ടത്തിൽ ആക്കി വെച്ചത് മനുഷ്യന്റെ ആദ്യത്തെ വീഴ്ച, കായേനും ആബേലും തമ്മിലുള്ള സംഘർഷം, നോഹയുടെ കാലത്തെ മഹാപ്രളയം, ബാബേൽ ഗോപുര നിർമ്മാണം എന്നിവയാണ് ഈ അധ്യായങ്ങളിലെ പ്രധാന ഭാഗങ്ങൾ. പാപത്തിന്റെ കടന്നുവരവിലൂടെ മനുഷ്യൻ ദൈവത്തിൽ നിന്നും അകന്നുവെങ്കിലും അവനെ ഒരിക്കലും കൈവിടാത്ത ദൈവത്തിന്റെ അനന്തമായ കാരുണ്യമാണ് ഈ യാത്രയിൽ ഉടനീളം നാം കാണുന്നത്. വീണുപോയ മനുഷ്യനെ രക്ഷിക്കാൻ ദൈവം ഒരു രക്ഷകനെ വാഗ്ദാനം ചെയ്യുന്ന ആദി സുവിശേഷം, പ്രോട്ടോ ഇവാഞ്ചലീയം, ഇവിടെയാണ് നാം ആദ്യമായി കേൾക്കുന്നത്. ഈ പ്രാഥമിക അധ്യായങ്ങൾ മനസ്സിലാക്കുന്നത് വഴി എന്തിനാണ് നമുക്കൊരു രക്ഷകൻ ആവശ്യമായി വന്നതെന്ന് നാം ആഴത്തിൽ തിരിച്ചറിയുന്നു. വഴിതെറ്റിപ്പോയ നമ്മെ തേടിയിറങ്ങുന്ന നല്ല ഇടയനായ യേശുവിലേക്കുള്ള ആത്മീയ യാത്രയുടെ അടിത്തറയാണ് ഈ വചനഭാഗങ്ങൾ. സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കും എന്ന വചനത്താൽ പ്രചോദിതരായി 100 ദിവസം കൊണ്ട് കത്തോലിക്ക ബൈബിൾ POC പ്രസിദ്ധീകരണത്തിലുള്ള 73 പുസ്തകങ്ങളെയും ആഴത്തിൽ പഠിക്കുന്ന പോഡ്കാസ്റ്റ് വീഡിയോകൾ കേൾക്കുവാൻ ശ്രമിക്കുമല്ലോ. ബൈബിളിന്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ സഹായിക്കുന്ന ഈ പോഡ്കാസ്റ്റിന്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലഭ്യമാണ്. ഗാഡ് ബ്ലെസ് യു.